ഓക്കെ ഗൈസ്, ഇന്ന് നമ്മൾ റാസ്ബെറി പൈ വെച്ചിട്ട് നിങ്ങൾക്കൊരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സിമ്പിൾ റോബോട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. സോ ഈ റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് ഇൻക്ലൂഡിങ് കോഡ്, അതുപോലെ സർക്യൂട്ട് ഡയഗ്രാമും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ അത് കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കണ്ട. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ഈ ഒരു റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു റോബോട്ട് ഷാസിയാണ്. അത് ഈ ചില ട്യൂട്ടോറിയൽ കാണുന്ന പോലെ അത്ര വില കൂടിയ ഷാസിയൊന്നും വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. അത് ഇന്ന മെറ്റീരിയൽ വേണമെന്നില്ല. ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കാം, തടി വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, കാർഡ്ബോർഡ് വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, അക്രിലിക് ഷീറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു റോബോട്ട് ബോഡി വാങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുക. ആകപ്പാടെ വേണ്ടതെന്ന് പറയുന്നത് 2 മോട്ടോർ മൗണ്ട് ചെയ്യാൻ സ്ഥലം വേണം. അതുപോലെ തന്നെ മുകളിൽ റാസ്ബെറി പൈയും ഒരു L293 3D മോട്ടോ ഡ്രൈവറും അതുപോലെ നിങ്ങളൊരു ബാറ്ററിയിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ ആ ബാറ്ററി വെക്കാനുള്ള സ്ഥലവും വേണം. അത്രയും മതി. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇനി ഈ റോബോട്ടിന് 2 വീൽസ് വേണം. ഈ വീൽസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ റോബോട്ടിനെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഈ 2 വീൽസും ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് ഈ റോബോട്ട് ഫ്രണ്ടിലോട്ട് പോകും. ഈ 2 വീൽസും കൗണ്ടർ ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് ഈ റോബോട്ട് ബാക്കിലോട്ട് പോകും. അതുപോലെ തന്നെ തിരിക്കാൻ വേണ്ടിയിട്ട്, റൈറ്റിലോട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് റൈറ്റ് മോട്ടോർ സ്റ്റോപ്പ് ആക്കി വെച്ചിട്ട് ലെഫ്റ്റ് മോട്ടോർ ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് ഇത് റൈറ്റിലോട്ട് തിരിക്കും. അതുപോലെ തന്നെ ലെഫ്റ്റിലോട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് മോട്ടോർ സ്റ്റോപ്പ് ആക്കി വെച്ചിട്ട് റൈറ്റ് മോട്ടോർ ക്ലോക്ക് വൈസ് കറങ്ങുന്ന സമയത്ത് ഇത് ലെഫ്റ്റിലോട്ട് തിരിക്കും. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ റോബോട്ടിൻ്റെ ഡയറക്ഷനും മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ റോബോട്ടിൻ്റെ വീലിനെ കൺട്രോൾ ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീലിൽ കണക്ട് ചെയ്തിരിക്കുന്ന DC മോട്ടർ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് DC മോട്ടറിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയത്തില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് തിരിച്ചിതിലേക്ക് വരിക. അത് ശരിക്കും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ DC മോട്ടറിൻ്റെ മെയിനായിട്ട് 2 ടെർമിനലാണുള്ളത്, ടെർമിനൽ A, ടെർമിനൽ B. സോ ടെർമിനൽ എയിൽ പോസിറ്റീവ് വോൾട്ടേജ്, ടെർമിനൽ ബിയിൽ നെഗറ്റീവ് വോൾട്ടേജ് കൊടുക്കുമ്പോഴത്തേക്കും DC മോട്ടോർ ക്ലോക്ക് വൈസ് കറങ്ങുന്നെങ്കിൽ ഇതിൻ്റെ പൊളാരിറ്റി തിരിക്കുന്ന സമയത്ത്, അതായത് പോസിറ്റീവ് ടെർമിനൽ ബിയിലും നെഗറ്റീവ് ടെർമിനൽ എയിലും കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ മോട്ടോർ തിരിച്ച് കറങ്ങുക, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് കറങ്ങും. സോ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ ഡയറക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഈ ടെർമിനൽ കണക്ഷൻ നമുക്ക് എപ്പോഴും മാനുവലായിട്ട് മാറ്റി കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ H-Bridge മോട്ടോ ഡ്രൈവർ എന്ന് പറയുന്ന ഒരു മോട്ടോ ഡ്രൈവർ IC, ഒരു ചെറിയൊരു മോട്ടോ ഡ്രൈവർ IC യൂസ് ചെയ്യും. സോ ഈ ICയുടെ പേരാണ് L293D മോട്ടോ ഡ്രൈവർ IC. ഈ L293D മോട്ടോ ഡ്രൈവർ ICക്കകത്ത് 2 H-Bridge എന്ന് പറയുന്ന ഒരു സർക്യൂട്ട് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു L293D മോട്ടോ ഡ്രൈവർ IC വെച്ചിട്ട് 2 മോട്ടറിനെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഓരോ മോട്ടറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ 2 ഇൻപുട്ട് പിൻ, ഇൻപുട്ട് 1, ഇൻപുട്ട് 2. അതുകൂടാതെ എനേബിൾ എന്ന് പറയുന്ന പിന്നുണ്ട്. സോ മോട്ടർ 1നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻപുട്ട് 1, ഇൻപുട്ട് 2 ഉണ്ടല്ലേ. അത് നമ്മൾ GPIO 17, GPIO 27 നമ്മൾ കണക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മോട്ടർ 2ന് ഇൻപുട്ട് 2ഉം ഇൻപുട്ട് ബിയും ഉണ്ട്. അതിനെ നമ്മൾ GPIO 23ലും GPIO 24ലും കണക്ട് ചെയ്യുന്നു. റൈറ്റ്. സോ നമ്മൾ 2 മോട്ടറിൻ്റെയും 2 ഇൻപുട്ട് പിന്നും നമ്മൾ കണക്ട് ചെയ്തു. ഇനിയുള്ളത് എനേബിൾ പിൻസ് ആണ്. ഈ എനേബിൾ പിൻ ഹൈ ആയിരുന്നാൽ മാത്രമേ മോട്ടോർ കറങ്ങത്തുള്ളൂ. സോ മോട്ടോർ 1ൻ്റെ എനേബിൾ പിൻ നമ്മൾ GPIO 12ലും, അതുപോലെ തന്നെ മോട്ടോർ 2ൻ്റെ എനേബിൾ പിൻ, അതായത് EN2 എന്ന് പറയുന്ന കണക്ഷൻ നമ്മൾ റാസ്ബെറി പൈയുടെ GPIO 13ലും കണക്ട് ചെയ്യുന്നു. സോ റാസ്ബെറി പൈയുടെ ഈ 2 പിൻസും പൾസ് വിത്ത് മോഡുലേറ്റഡ് സിഗ്നൽ ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അത് വെച്ചിട്ടാണ് നമ്മൾ മോട്ടറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ L293Dക്ക് നമുക്ക് നോക്കിയാൽ അറിയാം 2 പവർ ഇൻപുട്ട് ഉണ്ട്. VS ഉണ്ട്, VSS ഉണ്ട്. VS എന്ന് പറയുന്നത് മോട്ടോറിന് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ കൊടുക്കുന്നതാണ്. അത് നമ്മൾ VIN ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അത് 9 വോൾട്ടോ 12 വോൾട്ടോ ആവാം. എന്ന് വെച്ചാൽ മോട്ടോറിന് ഡ്രൈവ് ചെയ്യാൻ കുറച്ചുകൂടെ വോൾട്ടേജ് വേണം അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ VIN ഡയറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്, 5 വോൾട്ടിൻ്റെ വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്. സോ അത് നമ്മൾ കൊടുക്കുന്ന VINനെ 5 വോൾട്ട് സ്റ്റഡി ആയിട്ടുള്ള ഒരു DC പവർ സപ്ലൈ ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിനെയാണ് നമ്മൾ റാസ്ബെറി പൈയുടെ വോൾട്ടേജ് ഇൻപുട്ടിൽ കൊടുക്കുന്നതും. അതുപോലെ തന്നെ VSS എന്ന് പറയുന്ന പിൻ നമ്പർ 16, L293Dയുടെ പിൻ നമ്പർ 16ൽ കൊടുക്കുന്നത്. നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മടിക്കണ്ടാവും. റൈറ്റ്. സോ ബേസിക്കലി സർക്യൂട്ട് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സർക്യൂട്ട് നിങ്ങൾ ആദ്യം ബ്രെഡ് ബോർഡിൽ അസംബിൾ ചെയ്തിട്ട് ഇത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വർക്ക് ആവുന്നുണ്ടോ ഇല്ലയെന്ന് ഉറപ്പുവരുത്തുക. വർക്ക് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്, നിങ്ങൾക്ക് അത് വെച്ചിട്ട് കളിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് അതിനെ ഒരു സ്റ്റെപ്പും കൂടെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സർക്യൂട്ടിൻ്റെ ഒരു PCB ഉണ്ടാക്കാൻ, നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ പ്രോജക്റ്റിനും അതിൻ്റേതായ PCB ഉണ്ടാക്കാറുണ്ട്. PCB വെച്ചിട്ട് നമുക്ക് അനാവശ്യമായിട്ട് ഇങ്ങനെ ഈ തൂങ്ങിക്കിടക്കുന്ന വയേഴ്സും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ സർക്യൂട്ട് നല്ല നീറ്റായിട്ട് സ്റ്റേബിൾ ആയിട്ടിരിക്കും. സോ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയ PCB ഇതാണ്. സോ നിങ്ങൾ
PCB ഉണ്ടാക്കണമെന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയാൽ മതി. ഇല്ലെങ്കിൽ ബ്രെഡ് ബോർഡ് വെച്ച് തന്നെ ചെയ്താൽ പ്രോപ്പറായിട്ട് വർക്കാവും. ഒരു കുഴപ്പവുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ റോബോട്ടിക്സ് ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഡെഫിനറ്റ്ലി സർക്യൂട്ട്സും PCBസും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ട് തന്നെയായിരിക്കും. സോ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്ന ഒരു കാര്യം ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. സോ നിങ്ങൾ നമ്മുടെ ഓർഡിനോ, റാസ്ബെറി പൈ അതുപോലെ തന്നെ റോബോട്ടിക്സ് ഹോം ഓട്ടോമേഷൻ പ്രോജക്ട്സ് ഒക്കെ കാണാറുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം നമ്മൾ സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്ന സർക്യൂട്ട് വരയ്ക്കാനും PCB ഡിസൈൻ ചെയ്യാനും എല്ലാത്തിനും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ആൽറ്റിയം PCB ഡിസൈനർ. 6 വർഷമായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. വളരെ നല്ല ടൂളാണ്. നിങ്ങൾക്ക് DIY ഇലക്ട്രോണിക്സ് പ്രോജക്ട്സിനാണെങ്കിലും അതുപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ടുള്ള PCBസിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് സർക്യൂട്ട് വരയ്ക്കാനും PCBs ഡിസൈൻ ചെയ്യാനും ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് കമ്പോണൻറ്റ്സ് കണ്ടുപിടിക്കാനും പുതിയ പുതിയ കമ്പോണൻറ്റ്സ് ആഡ് ചെയ്യാനും പല കസ്റ്റം ഷേപ്പിലുള്ള PCBs ഉണ്ടാക്കാനും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഒരു PCB ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെ ഇരിക്കും എന്ന് ഒരു 3D വ്യൂ പോലും നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് കിട്ടും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ട്രയൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റാസ്ബെറി പൈ റെഡിയാക്കുക എന്നുള്ളതാണ്. റാസ്ബെറി പൈ ആണ് നമ്മുടെ റോബോട്ടിൻ്റെ ബ്രെയിൻ അല്ലേ. സോ റാസ്ബെറി പൈ നമുക്ക് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ റാസ്ബെറി പൈയുടെ മൈക്രോ SD കാർഡിൽ നമുക്ക് റാസ്ബെറി OS എന്ന് പറയുന്ന ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു OS നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ആ ഒരു പ്രോസസ്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടിട്ട് ഇതിലേക്ക് വരിക. സോ ബേസിക്കലി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു റാസ്ബെറി പൈ OS കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വൈഫൈയുടെ SSIDയും പാസ്വേഡും പറഞ്ഞു കൊടുക്കുക. ഒരു പ്രോപ്പർ യൂസർ നെയിമും പാസ്വേഡും ഹോസ്റ്റ് നെയിമും പറഞ്ഞു കൊടുക്കുക. സോ നമ്മുടെ മൈക്രോ SD കാർഡ് റാസ്ബെറി പൈയിലിട്ട് ബൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പറഞ്ഞു കൊടുത്ത വൈഫൈ SSIDയും പാസ്വേഡും വെച്ചിട്ട് ആ ഒരു വൈഫൈ നെറ്റ്വർക്കിൽ കണക്റ്റ് ആവുകയും അതിനൊരു IP അഡ്രസ്സ് കിട്ടുകയും അതിനെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. അതിനെയാണ് ഹെഡ്ലെസ് റിമോട്ട് ആക്സസ് എന്ന് പറയുന്നത്. സോ ആ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ റാസ്ബെറി പൈയെ കോൺഫിഗർ ചെയ്ത് എടുക്കുക. ഓക്കെ, നമുക്ക് റാസ്ബെറി പൈയിലേക്ക് കണക്ട് ചെയ്തിട്ട് SSH കണക്ട് ചെയ്ത് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യും. സോ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് കോഡ്സും ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സിംപ്ലി കോപ്പി ചെയ്ത് ആ ഒരു കോഡ് റൺ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ 2 കോഡാണ് ഇവിടെ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യത്തേതെന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് മോട്ടോഴ്സ് വർക്ക് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡാണ്. സോ ഈ ടെസ്റ്റിംഗ് കോഡ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ റോബോട്ടിൻ്റെ 2 മോട്ടോറിനെയും ക്ലോക്ക് വൈസ് കുറച്ച് നേരം കറക്കുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് കറക്കുന്നു. ഇത്രയേ ചെയ്യുന്നുള്ളൂ. സോ നിങ്ങളുടെ റോബോട്ടിനെ പവർ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കുക. എന്നിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ റോബോട്ടിൻ്റെ മോട്ടോഴ്സ് വീൽസ് കറങ്ങുന്നുണ്ടെന്ന് ഉറപ്പെടുത്തുക. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ക്രിപ്റ്റിലേക്ക് പോകാം. അതിനകത്താണ് നമ്മുടെ മെയിൻ കോഡ് കിടക്കുന്നത്. ഇത് കാണുന്ന പോലെ ഭയങ്കര പാടൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള കോഡാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ ഏറ്റവും ടോപ്പിലെ പോർഷൻ എന്ന് പറയുന്നത് നമ്മൾ 3 ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യണം. RPI GPIO നമ്മുടെ റാസ്ബെറി പൈയുടെ GPIO കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഡിലേസിന് വേണ്ടിയിട്ട് ടൈമും അതുപോലെ തന്നെ നമ്മുടെ കീബോർഡിലെ കീ പ്രോസസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേഴ്സസ് എന്ന് പറയുന്ന ലൈബ്രറി. ഇനി നമ്മൾ മോട്ടോറിനെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് വേരിയബിൾസ്, അതിൻ്റെ കറക്റ്റായിട്ടുള്ള പിൻ മാപ്പിങ്സ് ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ 2 മോട്ടറിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ടും അതുപോലെ തന്നെ എനേബിൾ പിൻസും. എന്നിട്ട് നമ്മൾ സെറ്റപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ട് അതിനകത്ത് എല്ലാ പിന്നും ഔട്ട്പുട്ടായിട്ടും അതുപോലെ തന്നെ നമ്മൾ എനേബിൾ പിൻസിൽ നമ്മൾ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എനേബിൾ ചെയ്യുകയും ചെയ്യുകയാണ്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ സെറ്റപ്പ് ഫംഗ്ഷൻ. പിന്നെ നമ്മൾ റോബോട്ടിൻ്റെ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്യാണ്. ഇവിടെ ബേസിക്കലി നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 2 മോട്ടറിൻ്റെ പൾസ് വിഡ്ത്ത് മോഡുലേറ്റഡ് സിഗ്നൽസ് കൺട്രോൾ ചെയ്ത് അതുപോലെ തന്നെ 2 മോട്ടറിൻ്റെയും ഇൻപുട്ട് 1, ഇൻപുട്ട് 2 അല്ലെങ്കിൽ ഇൻപുട്ട് A, ഇൻപുട്ട് B ഓരോ മോട്ടറിൻ്റെയും ഇൻപുട്ട് പിൻസ് കൺട്രോൾ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഡയറക്ഷൻസ് കൺട്രോൾ ചെയ്യുകയാണ്. നമുക്ക് ടോട്ടൽ 5 ഫംഗ്ഷൻസ് ഉണ്ട്. ഫോർവേഡ്, ബാക്ക്വേർഡ്, ലെഫ്റ്റ്, റൈറ്റ്, പിന്നെ സ്റ്റോപ്പ്. പിന്നെ കീബോർഡ് കൺട്രോൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ മൂവ്മെൻറ്റിനനുസരിച്ചുള്ള കീ പ്രസ് എന്താണെന്ന് മനസ്സിലാക്കി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള 5 ഫംഗ്ഷൻസും നമ്മൾ പ്രസ് ചെയ്ത കീക്ക് അനുസരിച്ച് റൺ ചെയ്യുകയാണ്. സോ ഇത്രയേ ഉള്ളൂ കോഡ്. സോ ഈ റോബോട്ടിനെ നമുക്ക് തറയിൽ നിർത്തിയിട്ട് ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്ത് കീബോർഡ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ റോബോട്ടിനെ സിമ്പിളായിട്ട് കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ബേസിക്കലി ഇത്രയേ ഉള്ളൂ നമ്മുടെ റാസ്ബെറി പൈ റോബോട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മടിക്കേണ്ട. സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.